ഉദ്ദേശം എന്താണെന്ന് ദൈവം തൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ക്രമപ്പെടുത്തി പാപവഴികളെ വിട്ടുതിരിഞ്ഞ് നിലനിൽക്കുന്ന നിലയിലാക്കി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും തൻ്റെ കൃപയാൽ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 36-ാം വാക്യം. അവിടെ എങ്ങനെയാണ് പറയുന്നത്? നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. അപ്പോൾ ദൈവഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും നമ്മുടെ ദേഹവും കർത്താവിൻ്റെ വരവിങ്കൽ അനിന്യമായി വെളിപ്പെടും വണ്ണം വിശുദ്ധിയിൽ കാക്കപ്പെടണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് തടസ്സം നിൽക്കുന്ന പലതും, പല പാപപ്രമാണങ്ങളും നമ്മുടെ ദേഹിയിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് ആദാമി പാപപ്രകൃതത്താൽ നമ്മളിൽ നിറഞ്ഞിരിക്കുന്നതാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ വചനമാകുന്ന കണ്ണാടിയിലേക്ക് നാം നോക്കിയെങ്കിൽ മാത്രമേ എന്തൊക്കെയാണ് ആദാമി പാപപ്രകൃതത്താൽ എന്നിലേക്ക് വന്നിരിക്കുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത്, എന്നിൽ മറഞ്ഞിരിക്കുന്നത് നാം തിരിച്ചറിയത്തുള്ളൂ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന കുറവുകളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇത്തരത്തിൽ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നമ്മളുള്ള കുറവുകളെ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരത്തില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ ദൈവം നമ്മളിലുള്ള കുറവുകളെ കാണിച്ചു തരുമ്പോൾ അത് നീക്കിക്കളയുന്ന ഒരു വ്യക്തിയാണ് ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് നിന്നെ പ്രകാശവും നമ്മളെ ആളുമാറിവിനെ പോലെ മാറ്റുന്നു. നമ്മളിൽ കൂടി യേശു സമാധാനത്തിലും സ്വസ്ഥതയിലും സന്തോഷത്തിലും ജീവിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണം. വാക്കുകൾ ഉപ്പിനാൽ രുചിവരുത്തും കൃപയോടുകൂടിയതായിരിക്കാൻ കർത്താവെ അങ്ങ് സഹായിക്കണം. അങ്ങയുടെ വരവിനു വേണ്ടി ഓരോ വ്യക്തികളെയും അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകലബുദ്ധിക ദൈവിക സമാധാനം കൊണ്ട് ഓരോ മക്കളെയും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.